ഇന്നത്തെ വചന ധ്യാനത്തിനായി കൊളോസ്യർ 1:21-22 വാക്യങ്ങൾ, കൊളോസ്യർ 1:21-22 വാക്യങ്ങൾ നമുക്ക് ശബ്ദമേളത്തിൽ വായിക്കാൻ നോക്കാം. മുൻപേ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ട് ആകുന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ അവന്റെ മുൻപിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവൻ ഇപ്പോൾ തന്റെ ജഡശരീരത്തിൽ തന്റെ മരണത്താൽ നിരപ്പിച്ചു. ഈ വചനം കൃത്യമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, നമ്മൾ എവിടെ നിന്ന് വരുന്നു, എന്നാൽ എങ്ങോട്ട് പോകുന്നു. And you that was sometime alienated and enemies in your mind by wicked works. ഒരു നാൾ നമ്മൾ ദൈവത്തോട് അടുത്തിരുന്നവരല്ല, നമ്മൾ ദൈവത്തോട് ഏറ്റവും അകന്ന് ജീവിച്ചവരാകുന്നു. എന്നാൽ ദൈവത്തിന്റെ കൃപയൊന്നാകട്ടെ, കരുണയൊന്നാകട്ടെ, അവൻ നമ്മളുടെ ആത്മീയ കണ്ണുകളെ തുറന്നതാകട്ടെ, നമ്മൾ ദൈവത്തിന്റെ പക്ഷത്തായി ചേർന്നു. ഒരു നാൾ we were alienated and enemies in our mind by wicked works. നമ്മൾക്ക് പ്രവർത്തികളിൽ ഒന്നും പ്രശംസിപ്പാനില്ല. Yet now he has reconciled. 22 വാക്യം. നിങ്ങളെ അവന്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവൻ ഇപ്പോൾ തന്റെ ജഡശരീരത്തിൽ തന്റെ മരണത്താൽ നിരപ്പിച്ചു. തന്റെ മരണത്താൽ നമ്മളെ അങ്ങ് നിരപ്പിക്കുക. ദൈവസന്നിധിയിൽ ജെന്റൈൽസ് ആയിരുന്ന നമുക്ക് ഒരു നാളും പ്രവേശനമില്ലായിരുന്നു, ദൈവ സാന്നിധ്യത്തിൽ നമുക്ക് പ്രവേശനമില്ലായിരുന്നു. പക്ഷേ ദൈവത്തിന്റെ കൃപയൊന്ന് മാത്രം. നമ്മൾ അന്ധരായിരുന്നപ്പോൾ നമ്മളുടെ കണ്ണുകളെ ദൈവ സ്നേഹത്തിനായി തുറന്നു. സ്നേഹത്തിനായി തുറന്നെങ്കിൽ പാപിയാവുന്ന നമ്മളെ, നാശത്തിലേക്ക് പോകുന്ന നമ്മളെ, നരകത്തിലേക്ക് പോകുന്ന നമ്മളെ തന്റെ മരണത്താൽ കർത്താവിലേക്ക് നമ്മളെ റെക്കൺസൈൽ ചെയ്ത് നമ്മളെ നീതീകരിക്കുന്ന വചനമാണ് നമ്മൾ വായിച്ചു കേൾക്കുന്നത്. ഒരു നാൾ നമ്മൾ ദൈവത്തിനെതിരെ ജീവിച്ച ഒരു നാളുണ്ടായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ കൃപയൊന്ന് മാത്രം ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ ആലയത്തിൽ വന്ന് അവനെ മഹത്വപ്പെടുത്തുന്നത്. നമ്മളുടെ കഷ്ടതയിലും നമ്മളുടെ പ്രയാസത്തിലും ഈ ക്രിസ്തുവിന്റെ കൂടുള്ള ജീവിതത്തിൽ നമ്മൾ ഏതവസ്ഥയിൽ കൂടെ പോയാലും നമ്മളുടെ ദൈവത്തിന്റെ മഹത്വം നമ്മളെ നാവിന്മേൽ ഉണ്ടായിരിക്കണം. സ്തോത്രം എന്ന യാഗം സദാകാലവും നമ്മളെ നാവിന്മേൽ നമ്മൾ സൂക്ഷിക്കണം. എഫേസ്യർ 5:25 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. എന്തിനാണ് നമ്മളെ റെക്കൺസൈൽ ചെയ്ത് എന്ന് നമുക്കിപ്പോൾ വായിക്കാം. ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. അവനവനെ മരണത്തോടുകൂടി ജലസ്ഥാനത്താൽ വിശദീകരിക്കേണ്ടതും പാറാത്തുൽക്കം മുതലായതൊന്നും ഇല്ലാതെ സഭയിൽ ശുദ്ധയും നിഷ്കളങ്കമായ തനിക്ക് തന്നെ തേജസ്സോളം മുൻനിർത്തേണ്ടതും കാരണത്താൽ അവർക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവും സഭയുമുള്ള ബന്ധം മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഭാര്യ ഭർത്താവ് ബന്ധത്തെയാണ് നമ്മൾ ഇവിടെ കാണിക്കുന്നത്. സഭ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ മണവാട്ടിയാണ്. ആ മണവാട്ടിയെ വചനം ഓർമ്മിപ്പിക്കുന്നു, that he might present her to himself a glorious church, not having spot or wrinkle or any such thing, that she should be holy and without blemish. ദൈവജനമാവുന്ന നമ്മളോട് ദൈവം ആഗ്രഹിക്കുന്നത് വിശുദ്ധിയിലും കറപറ്റാതെ ചുളുക്കമൊന്നും ഏക്കാതെ സഭയായിട്ട് നമ്മളെ ദൈവം ചേർത്ത് കൊള്ളുവാൻ നമ്മളെ അതിനുവേണ്ടിയാണ് നമ്മളെ രക്ഷിക്കപ്പെടുത്തി ദൈവത്തോട് നമ്മളെ ചേർത്തിരിക്കുന്നത്. വിശുദ്ധിയിൽ നമ്മൾ ജീവിക്കാൻ വേണ്ടി നമ്മൾ ദൈവാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. തന്റെ സഭയെ ചേർക്കുവാൻ വേണ്ടി ദൈവം വീണ്ടും വരും. അവൻ പോയത് നമ്മളുടെ പാപം തന്റെ ശരീരത്തോട് റെക്കൺസൈൽ ചെയ്ത്. പാപത്തിന് ഒരു ശിക്ഷയുണ്ട്, ആ ശിക്ഷയാണ് മരണം. ആ ശിക്ഷ സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്ത ഇപ്പോൾ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, ഹോളി സിറ്റി, ന്യൂ ജെറൂസലേം. തന്റെ മണവാട്ടി സഭ ദൈവത്തിന് വേണ്ടി ഒരുക്കിയ മണവാട്ടി സഭ നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ് വേദപുസ്തകം വിളിച്ചു പറയുന്നത്. സ്വർഗത്തിൽ എന്ത് സംഭവിക്കും? ഈ നമ്മൾ പിന്നെ താഴോട്ട് വായിക്കുമ്പോൾ 3-ാം വാക്യം വായിക്കുമ്പോൾ, then I heard a loud voice front of heaven saying, behold, the tabernacle of God is with men, and he will dwell with him, and they will be his people. God himself will be with him and be their God. കണ്ണുനീർ
മാറ്റുന്ന ഒരു കാലമുണ്ട്. ദൈവത്തോട് വസിക്കുന്ന ഒരു കാലമുണ്ട്. സ്വർഗത്തിൽ ആരാധന, ഹല്ലേലൂയ, ദൈവത്തോടുകൂടെ നമ്മള് ഇറ്റേണലായി വസിക്കേണ്ട ഒരു കാലം വരുന്നുണ്ട്. തന്റെ കാന്തയാൻ സഭയെ കുറിച്ച് ഈ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ എന്ത് സംഭവിക്കാൻ പോകുന്നത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം ഈ ഉള്ള ഭൂമിയും ആകാശവും ഒക്കെ മാറിപ്പോകും. എന്നാൽ പുത്രനായി തന്റെ മണവാട്ടി സഭയെ ചേർക്കുവാനായി ദൈവത്തിന്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തിന്റെ ന്യൂ ജെറൂസലേം കമ്മിങ് ഡൗൺ ഔട്ട് ഓഫ് ഹെവൻ ഫ്രം ഗോഡ്. നിങ്ങൾ അതിന്റെ ഭാഗവാക്കാകുവാൻ വേണ്ടി അതിനുവേണ്ടി ചില കാര്യങ്ങളുണ്ട്. ഹല്ലേലൂയ. അതിനുവേണ്ടി നമുക്ക് വായിച്ച് താഴോട്ട് പോകാം. ഹല്ലേലൂയ. 9-ാം വാക്യവും 10-ാം വാക്യവും നമുക്ക് വായിക്കാം. 9, 10, 11. അന്ത്യപാതയിൽ 7 കലശമുണ്ടായിരുന്നു. 7 ദൂതന്മാരിൽ എന്നോട് വരിക, കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അവൻ എന്നെ ആത്മവിശുദ്ധിയിലും ഉയർന്ന ഒരു വൻമലയിൽ കൊണ്ടുപോയി യെരൂശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്നോ ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ദൈവത്തെ തേജസ്സുള്ളതായി കാണിച്ചു തന്നു. അതിന്റെ ജ്യോതിസ് ഏറ്റവും വലിയ രത്നത്തിൽ തുല്യമായി സ്ഫടിക സ്വച്ഛതയുള്ള സൂര്യകാന്തം പോലെയായിരുന്നു. ആമേൻ. അതിലും പൊക്കമുള്ള വൻമതിലും 12 ഗോപുരങ്ങളിൽ 12 ദൂതന്മാരുമുണ്ട്. ഇസ്രായേൽ മക്കളുടെ 12 ഗോത്രങ്ങളുടെയും പേർ കൊത്തിയിട്ടുമുണ്ട്. നമ്മൾ സഭയായിട്ടിരിക്കുന്ന നമ്മളുടെ യേശുവിനോടുള്ള 1000 വർഷം ഉള്ള വാഴ്വ് കഴിഞ്ഞ് നടക്കുന്ന സംഭവങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. 10-ാം വാക്യം, and he carried me away in the spirit to a great and high mountain and showed me a great city, the holy Jerusalem, descending out of heaven from God, having the glory of God. Her light was like the most precious stone, like a jasper stone. ഒരു നാൾ നീ തിളങ്ങേണ്ട ഒരു കാലമുണ്ട്. ഈ പ്രവചന പുസ്തകത്തിൽ എഴുതിയേക്കുന്ന എല്ലാ നിവർത്തി. ഇന്ന് നിങ്ങൾ ഓടുന്നതും അധ്വാനിക്കുന്നതും ഓർത്തുകൊള്ളുക, ഇത് പ്രാപിക്കാനാണ്. ഒരു ഈസ്റ്റർ സെലിബ്രേറ്റ് ചെയ്തിട്ട് നാളെ രാവിലെ യേശുവിനെ മറന്നുള്ള ഒരു ജീവിതമല്ല. യേശുവിന് വേണ്ടി വിളിച്ച കാന്ത, യേശുവിന്റെ മണവാട്ടി സഭ ഒരു പുത്രനായി യെരൂശലേമായി തിളങ്ങുന്ന ഒരു കാലം വരുമെന്ന് ഞാൻ ദൈവജനത്തോട് ഓർമ്മിപ്പിക്കുന്നു. ഈ ഓട്ടം വൃഥാവായി തീരാതിരിപ്പാൻ, ഓട്ടത്തിൽ ക്ഷീണിച്ചു പോകാതിരിപ്പാൻ, നിങ്ങളെ തന്നെ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാൽ ബലപ്പെടുത്തുവാൻ, നിങ്ങൾ ദൈവത്തിന്റെ വചനത്താൽ, പ്രൈസ് ദി ലോർഡ്, അതിശക്തമായ വചനം ദൈവ മുമ്പിൽ നമ്മൾ ഈ രാവിലെ കാലം വായിച്ചിരിക്കുകയാണ്. ദൈവജനത്തോട് ദൈവത്തിന്റെ ആത്മാവ് ഓർമ്മിപ്പിക്കുന്നു. ബട്ട് ബൈ നോ മീൻസ് 27-ാം വാക്യത്തിൽ, ബട്ട് there shall be by no means none enter in anything that defiles or causes an abomination or a lie, but only those who are written in the book of life. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിയവർ മാത്രം ദൈവത്തിന്റെ വരവിനായി കാത്തിരിക്കുമ്പോൾ ഈ ജീവന്റെ പുസ്തകത്തിൽ പേർ നിങ്ങളുടെ എഴുതിയിരിക്കണം എന്ന് ഞാൻ ദൈവാത്മാവിൽ ഓർമ്മിപ്പിക്കുന്നു. കാന്തയാം പുത്രനാം യെരൂശലേം, സഭയാകുന്ന പുത്രനാം യെരൂശലേം ഇറങ്ങി വരുമ്പോൾ നിങ്ങൾ അതിന്റെ ഒരു ഭാഗവാക്കായി തീരുവാൻ വേണ്ടി ഇവിടെ പ്രത്യേകിച്ച് എഴുതിയിട്ടുണ്ട്. ദൈവം യേശു ക്രിസ്തു ലോകത്തിലായിരുന്നപ്പം വിളിച്ചു പറഞ്ഞു, ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. വരുന്നു, സൂര്യന്റെ വെളിച്ചം ആവശ്യമില്ല, അവിടെ രാത്രിയില്ല, അവിടെ യേശു ക്രിസ്തു ദൈവത്തിന്റെ കുഞ്ഞാടാണ് അവിടുത്തെ വെളിച്ചം. അടുത്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു വേദഭാഗമാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. 10 പേരില്ല കാന്തന്റെ വരവിനായി കാത്തിരിക്കുന്ന 10 പേർ. ഹല്ലേലൂയ. തന്റെ ഹല്ലേലൂയ ബ്രൈഡിന് വേണ്ടി ബ്രൈഡ് ഗ്രൂമിന് വേണ്ടി കാത്തിരിക്കുന്ന ബ്രൈഡിനെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അവിടെ 10 കന്യകമാരുണ്ട്. ഹല്ലേലൂയ. 10-ൽ 5 പേർക്ക് ഹല്ലേലൂയ അവര് രാത്രിയായപ്പോൾ ക്ഷീണത്തിന്റെ ഒരവസ്ഥ വന്നെങ്കിലും ഹല്ലേലൂയ ഒരു ശബ്ദം കേൾക്കുകയുണ്ടായി, കാന്തൻ ഹല്ലേലൂയ വരാൻ കാലമായി. അന്നേരം ഹല്ലേലൂയ 5 പേര് തുരുത്തിയിൽ എണ്ണ ഉണ്ടായിരുന്നു, ബാക്കി 5 പേരോ അവർ എണ്ണ തീർന്നു പോയ ഒരു കാലം. ദൈവജനമേ, ഇന്ന് രാവിലെ കാലം ഞാൻ വിളിച്ചു പറയുവാണ്, ഹല്ലേലൂയ നിങ്ങളുടെ തുരുത്തിയിൽ എണ്ണ കാണണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇതിന്റെ പശ്ചാത്തലം നമ്മൾ പഠിക്കണമെങ്കിൽ നമുക്ക് ഇസ്ഹാക്കിന്റെ ജീവിതം നമ്മൾ പഠിക്കേണ്ടതായിട്ടിരിക്കുന്നു. ഐസക്കിന്റെ ജീവിതം എപ്രകാരം തന്റെ പിതാവ് അബ്രഹാം ഐസക്കിന് ഒരു തുണയെ കണ്ടുപിടിക്കാൻ സ്വന്തം ദേശത്തേക്ക് തന്റെ ഏറ്റവും മൂത്തൊരു സർവന്റിനെ പറഞ്ഞു വിടുമ്പോൾ എപ്രകാരം ആ സർവന്റ് പോയി റബേക്കെ കാണുന്ന ഒരു അനുഭവമുണ്ട്. അല്ലെ, നമ്മുടെ വേദപുസ്തകം നമുക്ക് തിരിക്കാം. ജനസിസ് ചാപ്റ്റർ 24 നമുക്ക് പോകാം. ജനസിസ് ചാപ്റ്റർ 24 വേഴ്സസ് 10. ആ വാർത്ത തന്നെ മക്കളുടെ
യജമാനത്തിനുള്ള വിവിധങ്ങളായ വിശേഷ വസ്തുക്കളെയും കൊണ്ട് പുറപ്പെട്ടു കൃത്യമായി ചെന്നു. വൈകുന്നേരം സ്ത്രീകൾ ഈ റബേക്കയെ കാണാൻ പോകുന്ന നേരത്ത് എബ്രഹാമിന്റെ വന്ന ഓൾഡസ്റ്റ് സർവന്റ് ഇൻ ഹിസ് ഹൗസ് വന്നത് എങ്ങനെയാണെന്നറിയോ? വളരെ സാധനങ്ങൾ കരുതിക്കൊണ്ടാണ് വന്നത്. ഇന്ന് രാവിലെ ഞാൻ വിളിച്ചു പറയുന്നു, പരിശുദ്ധാത്മാവിനെ നിങ്ങളിലേക്ക് അയച്ചപ്പോൾ വളരെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ മാത്രം കരുതിയാണ് ദൈവത്തിന്റെ ആത്മാവിനെ നിങ്ങളിലേക്ക് വിട്ടത്. ഹലോഡ് ഹാലിയ. പത്താം വാക്യം ഇപ്രകാരം വാക്യം, then the servant took 10 of the master's camels and departed, for the master's good was in his hands. And he arose and went to Mesopotamia into the city of Nahor. താനിരിക്കുന്ന സ്ഥലത്തുനിന്ന് മാറി മെസൊപ്പൊട്ടോമിയ എന്ന ദേശത്ത്, ഹല്ലേലൂയ, സഭയിരിക്കുന്ന ദേശത്തേക്ക് സ്വർഗത്തിൽ നിന്ന് പ്രാപിച്ച ശക്തിയാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി. പെന്തിക്കോസ്ത് ദിവസം, പെന്തിക്കോസ്ത് നാളില് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന സഭയിൽ നിറഞ്ഞ ശക്തിയാ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദൈവജനത്തിന്റെ മധ്യേ വ്യാപരിച്ച ശക്തിയാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി. ഇപ്രകാരം ഏറ്റവും മൂത്ത സർവന്റ്, the oldest servant in the house, എബ്രഹാമിന് വേണ്ടി തന്റെ മകന് ഭാര്യയെ കണ്ടുപിടിക്കാൻ പോകാൻ വേണ്ടി പറഞ്ഞപ്പോൾ എത്രമാത്രം കരുതലോടുകൂടിയാണ് പോയത്. ഇന്ന് ദൈവത്തിന്റെ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിന്റെ എല്ലാ ആവശ്യങ്ങളും അവന് നിറവേറാൻ സാധിക്കും. വളരെ കരുതിയിട്ടാണ് അവൻ ഈ യാത്ര നിന്നോട് പുറപ്പെടാൻ പറഞ്ഞത്. നമുക്ക് തുടർന്നും ആ ഭാഗങ്ങൾ വായിക്കാം. 58, 59 വാക്യവും ആ അധ്യായത്തിൽ തന്നെ. അവർ റിബേക്കയെ വിളിച്ച് അവളോട്, നീ ഈ പുരുഷനോട് കൂടെ പോകുന്നുവോ എന്ന് ചോദിച്ചു. ഞാൻ പോകുന്നു എന്ന് അവൾ പറഞ്ഞു. അങ്ങനെ അവർ തങ്ങളുടെ സഹോദരിയായ റിബേക്കയെയും അവളുടെ ദാത്രിയെയും അബ്രഹാമിന്റെ ദാസനെയും അവന്റെ ആളുകളെയും പറഞ്ഞയച്ചു. മതി. ഹല്ലേലൂയ. അതിന്റെ ഒരു 3 വാക്യം മുമ്പ് 55 വാക്യം ഇപ്രകാരം വായിക്കുന്നു, but her brother and her mother said, let the young woman stay with us for a few days, at least 10, and then after she may go. 10 ദിവസം ഞങ്ങളോട് താമസിക്കട്ടെ, എന്നിട്ട് കൊണ്ടുപോയിക്കോളാൻ പറയുന്നു. പക്ഷേ റബേക്കയോട് പറയുന്ന ഒരു മറുപടി ഉണ്ടാ ചോദിക്കും. Then they called Rebecca and said to her, will you go with this man? Hallelujah. And she said, I will go. ഞാൻ ഈ യാത്രയ്ക്ക് പുറപ്പെടാൻ തയ്യാറാന്ന് റബേക്ക വിളിച്ചു പറയുന്നുണ്ടെങ്കിൽ, ഇന്ന് സഭയോട് ഒരു ചോദ്യമുണ്ട്. ഈ ലോകത്തിലെ സുഖങ്ങൾ മാറ്റിവെച്ചിട്ട് ആ ധനികനായ മനുഷ്യനോട്, എല്ലാ കൽപ്പനകളും അനുസരിക്കുന്ന മനുഷ്യനോട് യേശു പറഞ്ഞു, ഹല്ലേലൂയ, നീ എല്ലാ കൽപ്പനകളും അനുസരിച്ച് ജീവിക്കുന്നു, എന്നാൽ നിനക്കുള്ള ധനം മാറ്റിവെച്ചാച്ച് ദരിദ്രർക്ക് കൊടുത്തേച്ച് നീ എന്നെ പിന്തുടരാൻ പറഞ്ഞു. ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് റബേക്കയുടെ ജീവിതത്തിൽ കൂടെ നമ്മളെ കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവിൽ ഓർമ്മിപ്പിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വിളി വരുമ്പോൾ ആർ യു റെഡി ടു ഗോ? ഹല്ലേലൂയ. റബേക്ക പറയുന്നു, ഹല്ലേലൂയ, തന്റെ വീട്ടുകാർക്ക് 10 ദിവസം കൂടെ നിൽക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ പോലും റബേക്ക പറയുന്നു, വിളിക്കുന്നിടത്ത് ഞാൻ ഇപ്പോൾ പോകാൻ റെഡിയാണ്. ഐ വിൽ ഗോ. സഭയാം ചേർക്കാൻ വേണ്ടി യേശു വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. ദൈവജനമേ, ഇവിടെ കിടന്ന് ഇവിടെ ലോകത്തിലെ സുഖത്തിൽ ഹല്ലേലൂയ നമ്മൾ ദൈവത്തെ മറന്നൊരു ജീവിതമല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തെ നമ്മളുടെ സെന്റർ ഓഫ് ലൈഫ് ആയിട്ട് വെച്ച് എല്ലാം ദൈവത്തിനെ നമ്മൾ ദൈവത്തിനോട് പ്രാപിച്ച് ചില ഗൈഡൻസ് പ്രാപിച്ച് നമ്മൾ ഓരോ വഴികളിലും ഓരോ ജീവിതത്തിന് ഓരോ പാതയിൽ നടക്കുമ്പോൾ ദൈവത്തെ മുന്നിൽ വെച്ച് നടക്കാൻ ദൈവത്തിന്റെ ആത്മാവ് ഓർമ്മിപ്പിക്കുന്നു. എപ്രകാരം റബേക്ക തന്റെ ജീവിതം ഒരു മെസപ്പൊട്ടോമിയയിൽ വന്ന ഈ ദാസൻ തിരിച്ചൊരു മടക്കി യാത്രയുണ്ട്. തിരിച്ച് എബ്രഹാമിന്റെ അടുത്ത് തന്റെ മകനെ കാണുന്നവന് ഈ യാത്രയ്ക്ക് തയ്യാറാണോ എന്നാണ് ചോദിക്കുന്നത്. ഹല്ലേലൂയ. അതൊരു ലോങ് ജേർണിയാണ്, അതൊരു ഷോർട്ട് ജേർണി അല്ല, അതൊരു ലോങ് ജേർണിയാണ്. ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് ചോദിക്കുന്നു, ദൈവത്തിന്റെ കൂടെ നീ ഈ മരുഭൂ യാത്ര ചെയ്യുമോ? ഹല്ലേലൂയ. ചെയ്യാൻ നീ തീരുമാനിച്ചാൽ പരിശുദ്ധാത്മാവിന്റെ കൂടെ നടക്കേണ്ടതായിട്ട് ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് വിളിച്ചു പറയുന്നു. ഇനിയും 61 ഹല്ലേലൂയ മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാവുന്നത്രേ. ഹല്ലേലൂയ. പിന്നെ റിബേക്കയും അവളുടെ ദാസന്മാരും എഴുന്നേറ്റ് ഒട്ടകപ്പുറത്ത് കയറി ആ പുരുഷനോട് കൂടെ പോയി. അങ്ങനെ ദാസൻ റിബേക്കയെ കൂട്ടിക്കൊണ്ടുപോയി. എന്നാൽ ഇസഹാക്ക് ബേത്ലഹേമിൽ വരെ വന്നു. അവർ തെക്കേ ദേശത്ത് പാർക്കുകയായിരുന്നു. വൈകുന്നേരത്ത് ഇസഹാക്ക് ധ്യാനിക്കാൻ
വെളിപ്രദേശത്ത് പോയിരുന്നു. അവൻ തലപൊക്കി നോക്കി ഒട്ടകങ്ങൾ വരുന്നത് കണ്ടു. റിബേക്കയും തലപൊക്കി ഇസഹാക്കിനെ കണ്ടിട്ട് ഒട്ടകപ്പുറത്ത് നിന്ന് ഇറങ്ങി. അവൾ ദാസനോട്, വെളിപ്രദേശത്ത് നമ്മെ എതിരേറ്റ് വരുന്ന പുരുഷൻ ആരെന്ന് ചോദിച്ചതിന്, എന്റെ യജമാനൻ തന്നെ എന്ന് ദാസൻ പറഞ്ഞു. അപ്പോൾ അവൾ ഒരു മൂടുപടം എടുത്ത് തന്നെ മൂടി. താൻ ചെയ്ത കാര്യമൊക്കെയും ദാസൻ ഇസഹാക്കിനോട് വിവരിച്ചു പറഞ്ഞു. ഇസഹാക്ക് അവളെ തന്റെ അമ്മയായ സാറയുടെ കൂടാരത്തിൽ കൊണ്ടുപോയി. മതി. ഹല്ലേലൂയ. ദൈവജനമേ, അവര് മടക്കയാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രതീക്ഷിക്കാത്തൊരു സ്ഥലത്ത് വെച്ചാണ് ഇസഹാക്കിനെ കാണുന്നത്. ഇതാരും കരുതിക്കൂട്ടി വെച്ച ഒരു സ്ഥലമല്ല. ദൂരെ നിന്ന് വരുന്ന കണ്ട് ഇസഹാക്കിനെ ഒരു വയലിൽ in the field in the evening he lifted his eyes and looked, and there the camels were coming. റബേക്ക ഇസഹാക്കിനെ കാണുന്നത് ഒരു യാത്ര തുടർന്നെങ്കിലും ഒരു പ്രതീക്ഷിക്കാത്ത സമയത്താണ്. വചനം ഇപ്രകാരം പറയുന്നു, അവന്റെ മടങ്ങി വരവ് ഒരു കള്ളനെ പോലെ ആയിരിക്കും. ആരും പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും. നമ്മൾ ഡ്യൂട്ടിയും കാര്യങ്ങളും ഒക്കെ ചെയ്ത് മുമ്പോട്ട് പോകുമ്പോഴും നമ്മൾ എപ്പോഴും മുമ്പോട്ട് വെക്കേണ്ട ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവത്തിന്റെ വചനവും കർത്താവിന്റെ രണ്ടാം വരവുമാണ്. ഈ ഈസ്റ്റർ ഞായറാഴ്ച എനിക്ക് പറയാനുള്ള ദൂതെന്ന് പറഞ്ഞാൽ, ദൈവത്തിന്റെ വരവിനായി സഭ ഒരുങ്ങിയിരിക്കുക. പ്രൈസ് ദി ലോർഡ്. എപ്രകാരം റബേക്ക അടുത്തേക്ക് എബ്രഹാം തന്റെ ദാസനെ വിട്ട് തന്റെ മകന് വേണ്ടി, എന്നാൽ അവര് തമ്മിൽ റബേക്കയെ എടുത്ത് തന്റെ അമ്മയുടെ ടെന്റിലേക്ക് കൊണ്ടുപോയ പ്രകാരം യേശു തന്റെ മണവാട്ടി സഭയെ ചേർക്കുന്ന ഒരു ദിവസമുണ്ട്. ഒരു പുത്തനാം യെരൂശലേം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു കാലമുണ്ട്. യാസ്പർ കല്ല് പോലെ നിങ്ങൾ തിളങ്ങേണ്ട ഒരു കാലമുണ്ട്. ഈ സമയം വിളിച്ചു പറയുന്നു, ജീവന്റെ പുസ്തകത്തിൽ നിങ്ങളുടെ പേര് എഴുതിയിട്ടുണ്ടോ എന്നാണ് ചോദ്യം. കർത്താവെ, നിങ്ങളെ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിട്ടുണ്ടോ എന്നാണ് ഇന്ന് പ്രഭാതത്തിൽ ചോദ്യം. എന്നാൽ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ ജീവിക്കുന്നവരാണോ? നിങ്ങൾ യേശുവിനെ ജലത്തിൽ സാക്ഷീകരിച്ചോ? പരിശുദ്ധാത്മാവ് മുദ്ര വെച്ച് കർത്താവിന്റെ രണ്ടാം വരവിന് വേണ്ടി കാത്തിരിക്കുന്നവർക്കായി ദൈവം തിരിച്ചു വരുന്നു. പ്രൈസ് ദി ലോർഡ്. കുറച്ച് വചനം കൂടെ വായിക്കാൻ ദൈവാത്മാവിൽ ശരണപ്പെടുന്നു. Exodus 32 verses 32 to 33. Now if thou wilt forgive their sin, and if not, blot me, I pray thee, out of their book which thou hast written. മോശ ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വന്നും ഇസ്രായേൽ ജനം അഹരോന്റെ നേതൃത്വത്തിൽ പാപം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അവരൊരു ഗോൾഡൻ കാഫിനെ ഉണ്ടാക്കുന്നു. എന്നാൽ മോശ ഈ ജനത്തിന് വേണ്ടി ഒരു മധ്യസ്ഥ അണച്ച് പ്രാർത്ഥിക്കുന്ന ഒരു അവസരമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇവിടെ എഴുതിയ നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചു വായിക്കണേ. മലയാളത്തിൽ ഒന്നുകൂടെ വായിച്ചാട്ടെ. അവരുടെ പാപം ക്ഷമിക്കണമേ, അല്ലെങ്കിൽ നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്ന് എന്റെ പേര് മായ്ച്ചു കളയണമേ. സ്തോത്രം. അവിടെ നിർത്തി വായിക്കുക. മോശ തന്റെ ജനത്തിനു വേണ്ടി മധ്യസ്ഥ അണച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഇപ്രകാരം പ്രാർത്ഥിച്ചു, ദൈവമേ, നീ അവരുടെ പാപം ക്ഷമിച്ചില്ലെങ്കിൽ നിന്റെ പുസ്തകത്തിൽ എന്റെ പേര് മായ്ച്ചു കളയണമേ. എത്രമാത്രം തന്റെ ജനത്തിനു വേണ്ടി കരഞ്ഞൊരു ദാസനാണ് മോശ. തന്റെ നിത്യരാജ്യം പോയാൽ പോലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു അവസരമാണ് നമ്മൾ കാണുന്നത്. ഇന്ന് മോശക്കാൾ വലിയൊരു ദൈവത്തെയാണ് നമ്മൾ യേശു ക്രിസ്തുവിനെയാണ് സേവിക്കുന്നത്. സ്വർഗം വിട്ട് ഭൂമി താഴ്ന്ന ലോകത്തിൽ ഇറങ്ങി വന്ന യേശു നമുക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥിക്കുന്നു. ഈ ഈസ്റ്റർ പ്രഭാതത്തിൽ ഏത് തെറ്റോ കുറ്റോ ഒന്നല്ല. മോശ പറയുന്നു, അവിടുത്തെ പുസ്തകത്തിൽ എന്റെ പേര് വായിക്കണം നീ ക്ഷമിച്ചില്ലെങ്കിൽ. കർത്താവേ, ദൈവം പ്രാർത്ഥന കേട്ട് ദൈവത്തിന്റെ ക്രോധം ചലിക്കുന്ന സമയമാണ്. ഇന്ന് ഒരു കാര്യം നമ്മൾ മറക്കല്ല, ഈ ദൈവത്തിന്റെ കോപാഗ്നിക്ക് ഇരയായോണ്ടായിരുന്നു അവനെ അറിയുന്നതിന്റെ മുമ്പ് നമ്മൾ. ഹല്ലേലൂയ. എന്നാൽ അവന്റെ ഒരു കൃപയൊന്നു മാത്രം നമ്മൾ ഇന്ന് ദൈവ സാന്നിധ്യത്തിലായിരിക്കുന്നു. പുതിയ നിയമസഭയെ നമുക്കിപ്പോൾ വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 20-ാം വാക്യം. എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതില്ല. നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ തന്നെ സന്തോഷിക്കുകയും. ആമേൻ, ആമേൻ, ആമേൻ. യേശു കർത്താവ് പറയുന്ന വചനങ്ങളാണിത്. ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴ്പ്പെടുന്നതിനല്ല നിങ്ങൾ സന്തോഷിക്കേണ്ടത്. ഒരു നാൾ കാന്തയാവുന്ന സഭ അവനോട് ചേർക്കപ്പെടുമെന്ന് കണ്ട് യേശു പറയുന്നു,
നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയതിനാൽ നിങ്ങൾ സന്തോഷിക്കുവീൻ. ഇന്ന് സന്തോഷിക്കാൻ നിങ്ങൾക്ക് ഒരു കാരണമില്ല എന്ന് ഞാൻ പറയാം. ജീവന്റെ പുസ്തകത്തിൽ പേര് എഴുതിയെന്ന് പറഞ്ഞ് നിങ്ങൾ സന്തോഷിക്കണം. സാഹചര്യങ്ങൾ നോക്കി നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റിയില്ലെങ്കിലും എന്റെ പേർ ജീവന്റെ പുസ്തകത്തിലുണ്ടെന്ന് പറഞ്ഞ നിങ്ങൾ ഈ രാവിലെ കാലം സന്തോഷിക്കണമെന്ന് ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ ഇപ്പോൾ ഓർമ്മിപ്പിക്കുകയാണ്. എന്നാലോ ഹല്ലേലൂയ, ഈ ജീവന്റെ പുസ്തകത്തിൽ നിന്ന് ഹല്ലേലൂയ നമുക്ക് വീണ്ടും ഒരു വചനം കൂടെ വായിക്കാം. He who overcomes shall be clothed in white garments, and I will not blot out his name from the book of life. He who overcomes, he who overcometh, the same shall be clothed in white garment, and I will not blot out his name from the book of life. Revelation എഴുതി വെച്ചേക്കാണ്. ബ്ലോട്ട് ഔട്ട് ചെയ്യേണ്ട ഒരു സാധ്യതയുണ്ട്. ഈ വചനത്തിന് മറു സൈഡിൽ കിടക്കുന്ന ഒരു സത്യമുണ്ട്. He that does not overcome, ഈ ലോകത്തെയും അതിന്റെ മോഹത്തെയും ഹല്ലേലൂയ ഇതിൽ കുടുങ്ങിപ്പോകാതെ ഇതിനെ ഓവർകം ചെയ്യാത്തവർ ഇതിന് മറു സൈഡിൽ കിടപ്പുണ്ട്. പക്ഷെ ഇവിടെ പറയുന്നത് ഓവർകം ചെയ്യുന്നവരെയാണ്. ഓവർകം ചെയ്യുന്നവർക്ക് നിത്യതയുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഈ ലോകത്തിലെ പ്രയാസങ്ങളിലും പ്രതികൂലങ്ങളിലും എല്ലാം ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് നമ്മളുടെ കൂടെ ഇരുന്ന് നമ്മളെ ജയാളികളാക്കി തീർക്കട്ടെ. നിത്യജീവനിൽ നമ്മളും അവകാശികളായി തീരുവാന്ന് ഹല്ലേലൂയ ഉള്ള വാക്കുകൾ പറഞ്ഞ് ഈ ചെറിയ വചനത്തെ ഷെയറിംഗ് ചെയ്ത് ഞാൻ ഇരുന്നു കൊള്ളുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ശ്രദ്ധ വെച്ച് കേട്ടവർക്ക് എന്റെ നന്ദിയെ ഈ സമയത്ത് അറിയിക്കുന്നു.